അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ്, അതായത് ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഇത്രയും സ്റ്റെപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസോപ്പൻ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഒക്കെ നോക്കി ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു പിക്ചർ എന്റെ കണ്ടുപെട്ടു. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു പിക്ചർ സ്കിപ്പ് ചെയ്തു. പിന്നെ കുറെ കഴിഞ്ഞ് വീണ്ടും ഞാൻ നോക്കുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള ഒരു പിക്ചറെങ്കിലും എന്നെ കാണാതിരിക്കത്തില്ല. അപ്പോ ഇതാണോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ്? ഈ ഒരു പിക്ചർ, ഈ ടൈപ്പിലുള്ള പിക്ചേഴ്സാണ് ഞാൻ കണ്ടത്. ഇതിപ്പോ ഞാൻ ക്രിയേറ്റ് ചെയ്ത പിക്ചറാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പിക്ചർ എങ്ങനെ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം? എന്നിട്ട് അത് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് പൊള്ളി ആയിട്ട് നമുക്ക് റീച്ച് ഒക്കെ കൂട്ടാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഇൻട്രോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പിക്സാർട്ട് അല്ല, ഞാൻ PS Touch ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷന്റെ ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. പിക്സാർട്ട് പോലെ പിക്സലേറ്റർ ആയിട്ടൊന്നും പോകുന്ന ആപ്ലിക്കേഷൻ അല്ല. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഓൾറെഡി ഒരു 3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ 3 വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറി ആ വീഡിയോസ് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ ഫോട്ടോ, നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫോട്ടോ ലൈബ്രറി എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നമുക്ക് ഇമേജ് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഗാലറി പോയിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്തതാണ്, കുറച്ച് എഡിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ലൈറ്റ് റൂമിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാനിതൊരു പ്രീസെറ്റ് ഇട്ടതാണ്, കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രീസെറ്റ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ അതേപോലെ കോപ്പി അടിക്കാതെ വേറൊരു ടൈപ്പ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലവർ ഇല്ലാത്തൊരു പിക്ചർ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ലെയർ ബേസ് ആയിട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ അത് കൂടെ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഒരു ആൻഡിന്റെ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ എന്താണോ നിങ്ങൾക്ക് വേണ്ട ലെറ്റർ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ ഐസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എന്നുള്ള ലെറ്റർ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോണ്ട് താണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളോട് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ഇതിനെ എങ്ങോട്ടാന്ന് വെച്ചാൽ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അത് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് വെക്കുക. അതിന് നിങ്ങളിവിടെ ആൻഡിന്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ട്രാൻസ്ഫോം എന്നുള്ള ബട്ടൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് ഇതിനെ വലുതാക്കിയതിന് ശേഷം ഈ ഒരു എക്സ്ട്രാക്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പിക്സലിന് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് എങ്ങോട്ടാണോ മൂവ് ചെയ്യാം. കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇത് വെക്കേണ്ടതെന്നുള്ള കറക്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾ മൂവ് ചെയ്ത് വെക്കുക. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, എല്ലാം സെപ്പറേറ്റ് ക്യാരക്ടറായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുക. അതായത് സിംഗിൾ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഇതിന്റെ സൈസ് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കുകയാണ്. ഇപ്പം നല്ല വലുതാണ്. ഇത് കറക്റ്റ് സെന്ററിൽ കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് കറക്റ്റ് ഒരിടത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, നല്ലതായിട്ട് സൂം ചെയ്ത് വെച്ചതിന് ശേഷം ഈ ആൻഡ് എന്ന വട്ടം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഈ ട്രാൻസ്ഫോം ഒന്നുകൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ രണ്ടൊരു ഓപ്ഷൻസ് ഇവിടെ കാണാം. അതായത് ഈ ഒരു ഐക്കൺസ് ഇവിടെ 2 കോർണറിലായിട്ട് കിടപ്പുണ്ട്. സ്ട്രെച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഇതിനെ പെർസ്പെക്റ്റീവായിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് തിരിക്കാൻ പറ്റും. ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക. കണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നിങ്ങൾ ഈ കൈ കൊണ്ട് ജസ്റ്റ് ഈ ഒരു ഐക്കൺ 2 കോർണറിലും ഉണ്ട്. അപ്പോൾ ആ 2 ഐക്കണും പിടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അലൈൻ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഈ ഒരു അലൈനിൽ വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൂം ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലെയർ ബോക്സ് കൊടുക്കുക. ലെയർ ബോക്സ് കൊടുത്തിട്ട് ആ എന്നുള്ള ലെയർ, ഇതാണ് ആ ലെയർ. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ലെയർ ബോക്സിന്റെ പോലത്തെ ഒരു ഐക്കൺ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതിന്റെ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒപ്പാസിറ്റി ഒന്ന് നിങ്ങൾക്ക് ആ ലീഫ് കാണാൻ പറ്റുന്ന രീതിക്ക് ഒന്ന് വെക്കുക കുറച്ച്. അത് കഴിഞ്ഞ ശേഷം മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളിങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് സൂം ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ടൂൾ ബോക്സിൽ വന്നതിന് ശേഷം എറൈസ് ടൂൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ബ്രഷ് സെലക്ട് ചെയ്യുക. ബ്രഷിന്റെ സൈസ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ്. ആ സൈസ് ഒന്ന് കറക്റ്റ് പിടിച്ച് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ
ഹാർഡ്നെസ് എന്നുള്ള സാധനം ഒന്ന് കുറച്ചിടുക, ഏകദേശം കുറച്ചിടുക, ഒരു മിഡ് റേഞ്ച് ആക്കി ഇടുക. അതുപോലെ ഫ്ലോയിങ് ഏകദേശം ഒന്ന് കുറച്ചിടുക. ഒപ്പാസിറ്റി ഫുള്ള് വിട്ടേക്കുക. ഓക്കെ, അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ലീഫിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നമ്മളെ ലീഫ് വിസിബിൾ ആവുന്നത് അതിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുക, അത് എറൈസ് ചെയ്ത് കളയാം. സ്ലോലി പതിയെ ഇരുന്ന് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഇത് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ സെറ്റാക്കി തരാം. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ എറൈസ് ചെയ്യാം. നമുക്ക് ആ ഒരു എന്താ പറയുക, ലീഫിൻ്റെ പുറത്തൂടെ വന്നിരിക്കുന്ന ആ ഒരു ഭാഗം അങ്ങ് എറൈസ് ചെയ്ത് കളയാം. ബ്രഷിൻ്റെ സൈസ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പം ഇതുപോലെ നിങ്ങൾ എന്താ പറയുക, ഇതിൽ ഈ ലീഫിൻ്റെ പുറത്തൂടെ വന്നിരിക്കുന്ന പാർട്ടുകളൊക്കെ ഒന്ന് എറൈസ് ചെയ്ത് മാറ്റുക. ഓക്കെ, അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യാണ്, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാനത് എറൈസ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇതാ എറൈസ് ചെയ്ത് കളയേണ്ട ഭാഗങ്ങളൊക്കെ എറൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ്ട് ഈ ഒരു ലീഫ് മാത്രം വിട്ടിട്ടുണ്ട്. കാരണം അതും കൂടെ കളഞ്ഞാൽ നമുക്കിത് ഈ ആണെന്ന് പറയത്തില്ല, അതുകൊണ്ടാണ് അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഈ ലെയർ ബോക്സിൻ്റെ ഈ ഒരു ഐക്കണിൽ വരിക, അതിന് ഇവിടെ കൊടുക്കുക, അതിന് ഇത് ഫുൾ ഇടുക, നമ്മൾ ഒപ്പാസിറ്റി ഫുള്ളാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 3D ആവും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനി ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യില്ല, ഇതൊക്കെ കാണുക, അത് മാക്സിമം കണ്ട് സെറ്റാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സെലക്ഷൻ ഐക്കൺ ഉണ്ട് ഇവിടെ, ഇത്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇവിടെ സെലക്ട് പിക്സൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് കൊടുക്കുക. ഇപ്പം നമ്മളുടെ ആ ഒരു എന്നുള്ളത് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലെയർ ബോക്സ് എടുക്കുക, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇംറ്റി ലെയർ തന്നെ എടുത്തിടുക. ഈ ലിമിറ്റി ലെയർ തന്നെ എടുത്തിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ടൂൾ ബോക്സിനകത്ത് വന്നിട്ട് ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷിന്റെ സൈസും കാര്യങ്ങളൊക്കെ തന്നെ ഈ സെറ്റിങ്സ് കൊടുക്കുക. അതായത് ഹാർഡ്നെസ് മാക്സിമം ഫുള്ളും കുറച്ചിടുക. ഫ്ലോ എന്ന് പറയുന്നത് ഒരു എറൗണ്ട് കുറച്ചിടുക. നമുക്ക് ഈ ഒരു ഇവിടെ ഐക്കൺ കാണാൻ പറ്റും, ഇത് നോക്കി സെറ്റ് ചെയ്യുക. വളരെ ഹാഷാവാൻ പാടില്ല. ഒപ്പാസിറ്റി കിടക്കട്ട്. അത് കഴിഞ്ഞ് സൈസ് സെറ്റ് ചെയ്യാം. സൈസ് നിങ്ങൾ മാക്സിമം നോക്കി സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സൈസ് ഓക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ എംറ്റി ലെയർ തന്നെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ ഇവിടെ ബ്ലാക്ക് എടുക്കുക, ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏതാണ്ട് ഈ ഒരു എഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു കോർണർ ഭാഗങ്ങൾ, അതായത് ലീഫിൻ്റെ ഇത് നമ്മൾ ചെയ്ത ആ ഒരു ഭാഗം അവിടെ നമ്മൾ ജസ്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു പിക്ചറിലുണ്ട്, അതൊരു ഷാഡോയാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ അൺഡു റീഡു ബട്ടൺസ് ഉണ്ട്, നിങ്ങൾക്ക് അത് കറക്റ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. ഓവറായിട്ട് കൊടുക്കരുത്, നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാം. ഞാൻ അതുകൊണ്ടാണ് ഹാഷായിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കറക്റ്റ് കൊടുക്കുക. എന്നിട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളത് ആ ഒരു ഷാഡോ കൊടുത്തിട്ട് ഇനി ചെയ്യേണ്ടതാ ഇവിടെ ഈ ലെയർ ബോക്സിൽ വരിക. നമ്മൾ സെപ്പറേറ്റ് ലെയർ ചെയ്ത അതിൻ്റെ യൂസേജ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് ഇവിടെ ഈ ഒരു ലെയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഇവിടുത്തെ ഒപ്പാസിറ്റി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ ഹാഷായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒപ്പാസിറ്റി വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലെൻഡിങ് മോഡ് വേണമെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഇതങ്ങ് മാറി കിട്ടും. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഈ ടൂളിൽ വന്നിട്ട് ഇത് ഡിസെലക്ട് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു ലെറ്ററിനെ ആ ഒരു ഷാഡോയൊക്കെ കൊടുത്ത് കറക്റ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ലുക്ക് കിട്ടത്തില്ല. അപ്പൊ അതിന്റെ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് മൊത്തത്തിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ്, അതായത് ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഇത്രയും സ്റ്റെപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സും കൂടി നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ അത്രയും വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാനത് ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ ലെറ്ററും വെച്ചതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള പൊളി വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ ഞാൻ അൻഷു ഐസോപ്പൻ ഫോട്ടോഗ്രാഫി. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായ വീഡിയോ ലൈക്ക് കൂടി ചെയ്യണം. എന്നാൽ ശരി, ബൈ.